ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു അമെൻമെൻറ്റ്സ്, ഏതൊക്കെ അമെൻമെൻറ്റ്സ് ആണ് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഈ ഒരു പേപ്പറിൽ ഏതൊക്കെയാണ് പറയേണ്ടതെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് അമെൻമെൻറ്റ് അതുപോലെ 42nd അമെൻമെൻറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു 44th അമെൻമെൻ്റ് ആണ് ഇനിയത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനിയുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 44th അമെൻമെൻ്റ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ വെൻ നമ്മൾ 44th അമെൻമെൻറ്റ് ഡിസ്കസ് ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒബ്വിയസ്ലി നമ്മൾ 42nd അമെൻമെൻറ്റിലെ പ്രൊവിഷൻസ് ഓർത്തിരിക്കണം. കാരണം 44th അമെൻമെൻറ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 42nd അമെൻമെൻറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ ഇല്ലാതാക്കി വേറെ പ്രൊവിഷൻസ് കൊണ്ടുവന്നിട്ടാണുള്ളത്. അപ്പം നിങ്ങൾ 44th അമെൻമെൻറ്റ് മനസ്സിലാക്കണമെങ്കിൽ 42nd എന്താ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അറിയണം. സോ നിങ്ങളിത് ക്ലാസ് കാണുമ്പോൾ ഒന്നെങ്കിൽ ആ ഒരു നോട്ട് മുന്നിൽ വെച്ചിട്ട് അതും കൂടെ കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. സോ 44th അമെൻമെൻറ്റ് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 42nd അമെൻമെൻറ്റ് ആക്റ്റിൽ കുറച്ചും കൂടെ അതിലൊരു പ്രൊവിഷൻസൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ചുകൊണ്ട് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിക്ക് കുറച്ച് കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പ്രൊവിഷൻസൊക്കെ അതിലുണ്ട്. അതുപോലെ നമ്മളുടെ പാർലമെൻറ്റിന്, ബോത്ത് ഹൗസസിന് കോൺസ്റ്റിറ്റ്യൂഷനെ അവരുടെ ഇഷ്ടപ്രകാരം ഭേദഗതി ചെയ്യാനുള്ള ഒരു ആർട്ടിക്കിൾ 368 പ്രകാരം അതിനുള്ള ഒരു പെർമിഷനും കൊടുത്തിട്ടുള്ള പ്രൊവിഷൻസ് കണ്ടിട്ടുണ്ട്. അതുപോലെ ലീഗൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഏതൊക്കെ രീതിയിലാണ് അവർ താഴ്ത്തിയിട്ട് വേറെയുള്ള ഇതിലേക്ക് ആക്കിയിട്ടുള്ളതെന്നൊക്കെ കഴിഞ്ഞ 42nd അമെൻമെൻറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇതിൽ പ്രധാനമായിട്ട് ഞാൻ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് 44th അമെൻമെൻറ്റ് ആക്ടിനെ പറ്റി കുറച്ച് ഏകദേശം പിടികിട്ടും. സോ 44th അമെൻമെൻറ്റ് ആക്ട് 1978 പാസ്സായിട്ടുള്ളത്. 1978 ഈ പറഞ്ഞ 44ാമത്തെ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു പ്രൊവൈഡ് അഡക്വേറ്റ് സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ദ റിക്കറൻസ് ഓഫ് ദ ടെൻഡൻസി ടു ടേക്ക് ഓവർ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതായത് ഈ പാർലമെൻറ്റ് ആയിക്കോട്ടെ, ബോത്ത് ഹൗസസ് ആയിക്കോട്ടെ, അവർക്കൊരു ടെൻഡൻസി ഉണ്ടാവും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഒന്ന് എടുത്തു മാറ്റാൻ. കാരണം ആൾക്കാരെ ഒതുക്കി കഴിഞ്ഞാൽ മാത്രമേ ഇക്കണോമിക്കലി ഉള്ള അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ എന്ന്. കാരണം നമ്മൾ അവരെ ചോദിക്കും, നമ്മളുടെ റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയും, നമ്മൾ എക്സ്പ്രസ് ചെയ്യും നമ്മളുടെ ഫീലിംഗ്. സോ അതൊക്കെ ഇത്രയും കൂടെ അതിനെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് 42nd അമെൻമെൻറ്റിൽ ശ്രമിച്ചിട്ടുണ്ട്. സോ ഈ ഒരു 44th അമെൻമെൻറ്റിൽ എന്താ പറയുന്നത് വെച്ചാൽ അതിനെ ടേക്ക് ഓവർ ചെയ്യാതെ, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ സുരക്ഷിതമായിട്ട് അവരുടെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കൈകളിൽ അല്ലെങ്കിൽ നമ്മളുടെ കൈകളിൽ തന്നെ നമ്മളുടെ റൈറ്റ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് വെച്ചുകൊണ്ട് അതിനെങ്ങനെ നിലനിർത്താം എന്നുള്ള ഒരു ശ്രമമാണ് 44th അമെൻമെൻറ്റിൽ അവർ പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത്. ദ ആക്ട് ഓൾസോ നള്ളിഫൈഡ് വാരിയസ് പ്രൊവിഷൻ ദാറ്റ് വർ ബ്രോട്ട് ഇൻ ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ന്യൂ ആർട്ടിക്കിൾസ് ഓർ ആസ് അമെൻഡഡ് ബൈ ദ 42nd അമെൻമെൻറ്റ് ആക്ട്. 42ാമത്തെ ഭേദഗതി പ്രകാരം അവരൊരുപാട് ആർട്ടിക്കിൾസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് പ്രൊവിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊക്കെ നള്ളിഫൈ ചെയ്യുകയാണ് 44th അമെൻമെൻറ്റ് ചെയ്യുന്നത്. നള്ളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക, അതായത് അതിനെ ഒഴിവാക്കി കളയുക എന്നുള്ളതാണ് നള്ളിഫൈ എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം. സോ ആ 42nd അമെൻമെൻറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രൊവിഷൻസ് ആയിക്കോട്ടെ, ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, അതിനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമുക്കുള്ളൊരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. അതിനെ അത് ലീഗൽ റൈറ്റ് ആയിട്ട് 44th അമെൻമെൻറ്റ് മാറ്റിയിട്ടുണ്ട്. അതായത് അത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള എന്തുണ്ടാവും, ആൾക്കാർ ഉള്ളവർ തന്നെ, പണമുള്ളവർ തന്നെ പ്രോപ്പർട്ടി വാങ്ങി വയ്ക്കുകയും അത് ഫണ്ടമെൻ്റൽ റൈറ്റാണെന്നും പറഞ്ഞിട്ട് ചെയ്യുന്നത് അതും ഇത്തിരി അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. അതുകൊണ്ടാണ് അതിനെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് ലീഗലിലേക്ക് മാറ്റിയിട്ടുള്ളത്. അത് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 44th Amendment is an act that was introduced into the Constitution by 45th Amendment Bill 1978. 1978 45ാമത്തെ ഭേദഗതി ബില്ല് പ്രകാരമാണ് 44th Amendment ആക്ട്
പാസ്സായിട്ടുള്ളത്. ഒരു ബില്ല് വന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമ്മളുടെ ആക്ടുകൾ പാസ്സാവുള്ളൂ. ആ ബില്ലിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രൈവറ്റ് ബില്ലാവാം, ഗവൺമെൻറ് ബില്ലാവാം. ആ ബില്ല് ആര് കൊണ്ടുവന്നാലും അത് ആക്ട് ആവണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ മെജോറിറ്റി, 2/3 മെജോറിറ്റി അല്ലെങ്കിൽ അബ്സൊല്യൂട്ട് മെജോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇതിൽ പിന്നെ ഉള്ളത്, in 1976 with the introduction of the 42nd Amendment Act, there were various provisions that were amended against the will of citizens. നമ്മളുടെ പൗരന്മാരുടെ വില്ല്, അവരുടെ അതായത് അനുമതിക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു അഗെയിൻസ്റ്റ്, അവരുടെ ആഗ്രഹത്തിനെതിരായിട്ടുള്ള കുറേ കാര്യങ്ങൾ 42nd അമെൻമെൻറ്റിൽ പാസ്സായിട്ടുണ്ട് എന്നുള്ളതാണ് 44th അവർ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നത്. അതായത് 44th അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് അതൊക്കെയാണ്. So to reverse those changes and safeguard the interest in the nation, 44th Amendment Act came into action. So ആ ഒരു 42nd അമെൻമെൻറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവേഴ്സ് ചെയ്തുകൊണ്ട്, അതായത് അത് കൊണ്ടുവന്നതൊക്കെ കളഞ്ഞിട്ട് പുതിയനെ അതിനെ ആദ്യമുള്ളതിനെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ, അതുപോലെ നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ആര് വന്നു, ഈ പറഞ്ഞ 44th അമെൻമെൻറ്റ് കെയിം ഇൻ ടു ആക്ഷൻ, അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. സോ ഇതിലെ മേജറായിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത്, അതിൽ ആദ്യത്തെ തന്നെ, എനി ചേഞ്ചസ് ടു ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ഓൺലി ബി മെയ്ഡ് വിത്ത് എ റെഫറൻഡം. അതായത് നമ്മൾ 42nd അമെൻമെൻറ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണും, ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്താനായിട്ട് ആർക്ക് പറ്റും, പാർലമെൻറ്റിന് പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് അത് ശരിക്കും അവർക്ക് തോന്നുന്ന രീതിയിൽ വേണമെങ്കിൽ അവർക്ക് മാറ്റാം എന്നുള്ള ഒരു കാര്യം 42nd അമെൻമെൻറ്റിലുണ്ട്. ഇഫ് ദേ വിഷ്, അവരുടെ മെജോറിറ്റി നോക്കിയിട്ട് അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലെ കാര്യങ്ങൾ മാറ്റാം. പക്ഷെ അത് എപ്പോഴും എന്താവും, ചിലപ്പം നമ്മൾ പീപ്പിൾസിൻ്റെ, സിറ്റിസൺസിൻ്റെ വില്ലിന് എഗെയിൻസ്റ്റ് ആയിരിക്കും അവരുടെ ആ ഒരു തീരുമാനം എന്നുള്ളത്. സോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആർട്ടിക്കിൾ 368 പ്രകാരമാണ് അവർക്ക് ആ ഒരു അധികാരം കിട്ടിയത്. അതില്ലാതാക്കി കളഞ്ഞുകൊണ്ട് ഒരു റെഫറൻഡം വരണം. റെഫറൻഡം വരിക എന്ന് പറഞ്ഞാൽ നമ്മളുടെ 29 സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ, അതായത് ഒരു എന്താ പറയുക, ഒരു ഫണ്ടമെൻ്റൽ റൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ഭാഗത്തിനെ റിമൂവ് ചെയ്യുമ്പോൾ അത്രയും ആൾക്കാരുടെ പെർമിഷൻ, അല്ലെങ്കിൽ അത്രയും ഇലക്ടോറൽ സ്റ്റേറ്റ്സിൻ്റെ, നമ്മളുടെ സ്റ്റേറ്റുകളുടെ പെർമിഷനും ഇല്ലാതെ എന്ത് പറ്റില്ല, ഈ പറഞ്ഞ റെഫറൻഡം എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം, ഏതെങ്കിലും ഇലക്ടറേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. 50% ഓഫ് ഇലക്ടറേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ മെജോറിറ്റി കാണിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കുകയുള്ളൂ ആസ് പെർ 44th അമെൻമെൻറ്റ്. അതിൽ നിന്നിട്ട് 368 ആർട്ടിക്കിളിനെ നള്ളിഫൈ ചെയ്ത് കളഞ്ഞു. അതായത് പാർലമെൻറ്റിന് തോന്നുന്ന പോലെ, അവർക്കിപ്പോൾ തോന്നുകയാണ് ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്താൻ പറ്റില്ല. അവർ റെഫറൻഡം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് 44th Amendment Act 1978 nullified government's power to amend the constitution on its wish by Article 368. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെ ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനുള്ള നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ പവർ നള്ളിഫൈ ചെയ്ത് കളയുക. അതായത് അവർക്കൊക്കെ തോന്നിയ പോലെ അതിനെ അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രൊവിഷനാണ് 44th അമെൻമെൻറ്റിൽ പിന്നെ കൊണ്ടുവന്നത്. പിന്നെ ഉള്ളത് മൂന്നാമത്തത്, റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് റിമൂവ്ഡ് ഫ്രം ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് മെയ്ഡ് ഇറ്റ് ഇൻ ടു എ ലീഗൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 300A. 300A ആർട്ടിക്കിൾ 300Aയിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളതിനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അതിനെ ഒരു ലീഗൽ റൈറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെയുള്ളത്, പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ക്യാൻ ബി ഇഷ്യൂഡ് only when the security of India or any parts of its territory is threatened by war or external aggression or by a armed rebellion. നമ്മളുടെ എമർജൻസി പ്രൊവിഷൻസൊക്കെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. 3 തരത്തിലുള്ള എമർജൻസി ഉണ്ട് എന്നുള്ളതൊക്കെ, സ്റ്റേറ്റ്, നാഷണൽ, ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറഞ്ഞിട്ട്. സോ ഈ എമർജൻസിയൊക്കെ അവർക്ക് തോന്നിയ പോലെയൊന്നും പ്രഖ്യാപിക്കാൻ പറ്റില്ല. അതിന് ഒരു കൃത്യമായിട്ടുള്ള കാരണം, ആ കാരണങ്ങൾ ക്യാൻ ബി എന്തായിരിക്കാം, വെൻ ദ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ, നമ്മളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഓർ എനി പാർട്സ് ഓഫ് ഇറ്റ്സ് ടെറിട്ടറി ഈസ് ത്രെറ്റൻഡ്, ഏതെങ്കിലും പാർട്ട് ഭീഷണിക്ക്, ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭീഷണിക്ക്
ഇതായിട്ട് ഇപ്പം നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ട് ചൈന നമ്മളുടെ അതിർത്തി കയ്യേറി എന്നൊക്കെ പറഞ്ഞല്ലോ, അത് കുറച്ചും കൂടെ രൂക്ഷമാകുമ്പോൾ അത് നമ്മളുടെ ടെറിട്ടറീനെ വേറൊരു രാജ്യം എന്താക്കുകയാണ്, ത്രട്ടൺ ചെയ്ത രീതിയാണ്. സോ ആ ഒരു സമയത്ത് എന്ത് പ്രഖ്യാപിക്കും? നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കും. അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? എക്സ്റ്റേണൽ അഗ്രഷൻ, പുറത്തു നിന്നുള്ള അഗ്രഷൻ, പുറത്തു നിന്നുള്ള രാജ്യങ്ങളുടെ അഗ്രഷനോ അല്ലെങ്കിൽ യുദ്ധമോ ഉണ്ടായാൽ മാത്രമേ എമർജൻസി പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. പിന്നെ എസ്പെഷ്യലി നാഷണൽ എമർജൻസിയാണ് ഉദ്ദേശിക്കുന്നത്. ദേശീയ തലത്തിലുള്ള എമർജൻസി അങ്ങനെ പ്രഖ്യാപിക്കാൻ, ഈ ഒരു ടേംസിൽ മാത്രമേ പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ് എമർജൻസിൻ്റെ അല്ല, സ്റ്റേറ്റിൽ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കാം. അത് എന്നിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് വുഡ് നോട്ട് ബി ദ കോസ് ഫോർ എമർജൻസി. ഒരു നാഷണൽ എമർജൻസിൻ്റെ കാരണം ഒരിക്കലും ഏതെങ്കിലും സ്റ്റേറ്റിലുള്ള ഒരു എന്താ പറയുക ഡിസ്റ്റർബൻസിൻ്റെ കാരണം കൊണ്ട് ഒരിക്കലും നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നത്തെ ഉള്ളത്, ആൻ എമർജൻസി ക്യാൻ ബി proclaimed only on the basis of written advice tendered to the president by the cabinet. ക്യാബിനറ്റ് ഒരു ലെറ്റർ പ്രസിഡൻറ്റിന് സബ്മിറ്റ് ചെയ്തതിന് മാത്രമേ, അതായത് ക്യാബിനറ്റിൻ്റെ പെർമിഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ എന്ത് പറ്റുള്ളൂ, എമർജൻസി ഡിക്ലെയർ ചെയ്യാനായിട്ട് പ്രസിഡൻറ്റിന് സാധിക്കുകയുള്ളൂ എന്നുള്ളതും ഈ പറഞ്ഞ 44th അമെൻമെൻറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത്, ദ റൈറ്റ് ടു ലിബർട്ടി ഗോട്ട് സ്ട്രെങ്തൻഡ് ബൈ ദ പ്രൊവിഷൻ മെയ്ഡ് ഇൻ ദ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ കരുതൽ തടങ്കൽ. ചില സമയങ്ങളിൽ നമ്മൾ ഇപ്പം നമ്മളുടെ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആണ്, അതുപോലെ ജൂലൈ അല്ല ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. സോ ആ സമയങ്ങളിൽ ചില ആൾക്കാർ, അതായത് ദേശവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ചെയ്ത ആൾക്കാരുണ്ടാവണം. ആ ഒരു നമ്മളുടെ ചിലപ്പോൾ നടക്കുന്ന ഈ സെറിമണീസ് നടക്കുന്ന ഏരിയയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ഉള്ള ആൾക്കാരാണ്. നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സെറിമണീനെ അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷൻ പ്രോപ്പർലി നടക്കാൻ അവരെ കരുതൽ തടങ്കലിൽ വയ്ക്കും. ബിക്കോസ് അവർക്ക് ഇങ്ങനെയുള്ള ആക്റ്റുകളിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രം. അല്ല ഇനിയിപ്പോൾ തോന്നുകയാണ്, ഇപ്പം എന്നെ തന്നെ ഞാനിപ്പം ഏതെങ്കിലും ഒരു, അതായത് ഇങ്ങനെ ഫങ്ഷൻ, ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്ന ഒരിടത്ത് എന്തെങ്കിലും തരത്തിലുള്ള എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ ഒബ്വിയസ്ലി 2 മാസത്തോളം അവർക്ക് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ വയ്ക്കാം. കാരണം നമ്മളുടെ കയ്യിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള, അതായത് ഇപ്പം അവർക്ക് പ്രൂഫൊന്നും കിട്ടണമെന്നില്ല. 2 മാസം വെക്കണമെങ്കിൽ പ്രൂഫൊന്നും വേണമെന്നില്ല. അവർക്ക് തോന്നുകയാണ് ഇവർ ഇന്ന ആൾ അറ്റാക്ക് ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് കരുതൽ തടങ്കലിൽ വെക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഈ ഒരു 44th അമെൻമെൻറ്റിൽ ലിബേർട്ടി, എല്ലാ മനുഷ്യന്മാർക്കും ഫ്രീഡം ഉണ്ട്. അവർക്ക് തോന്നുന്ന പോലെയൊന്നും ഇങ്ങനെ കരുതൽ തടങ്കലിൽ വെക്കാൻ പറ്റില്ല. അത് അപ്പം എന്താക്കി, 2 മാസത്തിൻ്റെ ഉള്ളിൽ അവരെ ഇറക്കണം. അതായത് 2 മാസമാണ് മാക്സിമം ഒരാളെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ വയ്ക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വയ്ക്കണമെങ്കിൽ അതിൻ്റെ ഒരു അഡ്വൈസറി ബോഡി എന്ത് സബ്മിറ്റ് ചെയ്യണം, ഇനഫായിട്ടുള്ള പ്രൂഫ്, ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുള്ള ആളാന്നുള്ള പ്രൂഫ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ 2 മാസത്തിലും കൂടുതൽ അയാളെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ വെക്കാൻ സാധിക്കുള്ളൂ എന്നും 44th അമെൻമെൻറ്റിൽ പറയുന്നുണ്ട്. ലാസ്റ്റ് ഉള്ളത്, റൈറ്റ് ഓഫ് ദ മീഡിയ ടു റിപ്പോർട്ട് ഫ്രീലി ആൻഡ് വിത്തൗട്ട് സെൻസർഷിപ്പ് ദ പ്രൊസീഡിങ് ഇൻ പാർലമെൻറ്റ് ആൻഡ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അതായത് പാർലമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെയോ പ്രൊസീഡിങ്സ് ഒന്നും ഇല്ലാതെ മീഡിയയ്ക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അധികാരം ആര് കൊടുക്കുന്നുണ്ട്? 44th അമെൻമെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് 44th അമെൻമെൻറ്റിലെ മേജറായിട്ടുള്ള പ്രൊവിഷൻസ്. ഇനി ഡൗട്ട്സ് ഉള്ളവർ വീഡിയോ കണ്ടതിന് ശേഷം പേഴ്സണലി അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ടെക്സ്റ്റ് ചെയ്യുക.